രണ്ട് അൽഗോരിതങ്ങളെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പ് കൗണ്ടും അതിൻ്റെ ടൈം ടേക്കണും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പോളിനോമിയൽ കിട്ടുന്നു. അതിന് നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ ഓഫ് n എന്ന് പറയുന്നു. അപ്പോൾ ഒരു അൽഗോരിതത്തിന് fn ആണ് ഫംഗ്ഷൻ എങ്കിൽ മറ്റൊന്നിന് gn വേറൊരു പോളിനോമിയൽ ആയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡിഗ്രി മാത്രം എടുക്കുമ്പോൾ അസിംപ്റ്റോട്ടിക് അനാലിസിസിന് വേണ്ടി എന്ത് മാത്രം എടുക്കുന്നു? ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി മാത്രം കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ആ ഇക്വേഷനെ മാറ്റി എഴുതുന്നു ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ. n എന്ന് പറയുന്നത് അവിടെ നമ്പർ ഓഫ് ഇൻപുട്സ് ആണ്. അതിൻ്റെ പ്രത്യേകത ഇൻപുട്ട് ഹാസ് ടു ബി ഹയർ ഇൻ നമ്പർ, എ വെരി ലാർജ് നമ്പർ. അപ്പോൾ നമ്മൾ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കേസിലാണ് ഡിഗ്രി മാത്രമായി എടുക്കുന്ന ബാക്കി ടേംസിനെ മുഴുവൻ നെഗ്ലിജിബിൾ ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് അസിംപ്റ്റോട്ടിക് അനാലിസിസ് നടക്കുന്നത്. അതുകൊണ്ട് അൽഗോരിതം 1നെ നമ്മൾ k1 ഇൻറ്റു fn എന്നെഴുതി, അൽഗോരിതം 2വിനെ k2 ഇൻറ്റു gn എന്ന് എഴുതി. ഈ രണ്ടെണ്ണം. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് നമുക്ക് കിട്ടി, പോളിനോമിയൽസ് കിട്ടി. സ്വാഭാവികമായും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഒന്നിനേക്കാൾ വലുതാവാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവാം. അങ്ങനെയാണല്ലോ വരിക. ഒന്നിനേക്കാൾ വലുതാവാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആവാം. നമുക്ക് അൽഗോരിതം 1ഉം അൽഗോരിതം 2ഉം ഒന്ന് നോക്കാം. രണ്ട് ഏതാണ്ട് സിമിലറായി എന്നാൽ ചെറിയ വ്യത്യാസമുള്ള രണ്ട് അൽഗോരിതംസ്. For I equal to 1, I less than or equal to n plus plus I print I. ഇതാണ് സെഗ്മെന്റ് എങ്കിൽ ടോട്ടൽ ടൈം നോക്കിക്കഴിഞ്ഞാൽ I equal to 1. അസൈൻമെൻറ്റിന് നമ്മൾ T1 എന്നുള്ള ടൈം യൂണിറ്റ് എടുക്കുന്നു. അപ്പോൾ ഞാനത് വിസ്തരിച്ച് പറയുന്നില്ല, നമ്മൾ നേരത്തെ ഒരിക്കൽ ചെയ്തതുകൊണ്ട്. അതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 ഇൻറ്റു T1. ഈ കമ്പാരിസൺ n+1 നേരത്തെ പറഞ്ഞതാണ്. n+1 ഇൻറ്റു ടൈം യൂണിറ്റ് T2 ആണെങ്കിൽ ഇൻറ്റു T2. ഇത് n ടൈംസ് ചെയ്യുന്നുണ്ട്. T3 ആണ് ടൈം യൂണിറ്റ് എങ്കിൽ n ഇൻറ്റു T3. ഇതും n ടൈംസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് n ഇൻറ്റു T4. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി വെൻ n ഈസ് ലാർജ് എന്നുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ k1 ഇൻറ്റു fn എന്ന് എഴുതാം. അങ്ങനെയാണ് ഇത് വന്നത്. ഈ k1 ഇൻറ്റു fn വന്നത് അൽഗോരിതം 1ന് വന്നത് ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ്. ഇതേപോലെ തന്നെ സെയിം സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ് ഫോർ അൽഗോരിതം 2 ഓൾസോ ഫോർ ജനറേറ്റിംഗ് k2 ഇൻറ്റു gn. ഇവിടെ ഒരു വ്യത്യാസം വന്നത് ഇത്രയേ ഉള്ളൂ. n-ന് പകരം 2n എന്നാക്കി. 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I equal to 1 ഒരിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ടൈം യൂണിറ്റ് T1. ഈ കമ്പാരിസൺസ് 2n ടൈംസ് പ്ലസ് 1 ചെയ്യുന്നുണ്ട്. 2n ടൈംസിൽ ട്രൂ ആവുമ്പോഴും പ്ലസ് 1 ഫോൾസ് ആവുമ്പോഴും. ടൈം യൂണിറ്റ് T2 ആണെങ്കിൽ 2n പ്ലസ് 1 ഇൻറ്റു T2. ഇത് 2n ടൈംസ് ചെയ്യും, അപ്പോൾ 2n ഇൻറ്റു T3. ഇതും 2n ടൈംസ് ചെയ്യും, 2n ഇൻറ്റു T4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? T1 പ്ലസ് T2 2 ഇൻറ്റു n ഇൻറ്റു ഇത്രയും കോൺസ്റ്റന്റ് കിട്ടും. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ when n tends to infinity, all these constants doesn't have any effect on that equation. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? n മാത്രം അവിടെ വീണ്ടും കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് k2 ഇൻറ്റു g ഓഫ് n കിട്ടിയത്. അപ്പോൾ f ഓഫ് n എന്നിലുള്ള ഒരു ഫംഗ്ഷൻ, g ഓഫ് n എന്നിലുള്ള മറ്റൊരു ഫംഗ്ഷൻ. രണ്ടിനെയും കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ടൈം കിട്ടുന്നു. അപ്രോക്സിമേറ്റ് എന്ന് പറയാൻ കാര്യം, വി ആർ നെഗ്ലക്റ്റിംഗ് സ്മോളർ വാല്യൂസ് വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്കിതിൻ്റെ എന്ത് നോക്കാം? ഓർഡർ എന്താണെന്ന് നോക്കാം. അതായത് ഹയസ്റ്റ് ഡിഗ്രി, n-ൻ്റെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്? ഇവിടെ n ആണ്, ഇവിടെയും 2 എന്ന് പറയുമ്പോഴും n ആണ് അല്ലേ? അതുകൊണ്ട് അതിനെ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ എന്ന് പറയുന്നു. നേരത്തെ പഠിച്ചാണല്ലോ. when the degrees of two functions are equal,
we can say that those two functions are asymptotically equal. Mathematically അവർ ഡിഫറൻ്റ് ആവാം. അപ്പോൾ അസിംപ്റ്റോട്ടിക്കലി രണ്ടെണ്ണം ഈക്വൽ ആയി. ഇനി ഈക്വൽ ആവുന്ന കേസിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് അവിടെ അപ്രോക്സിമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഇക്വാലിറ്റീസൊക്കെ കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈക്വൽ ആവാം അല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. ഈ ഡിഗ്രീസ് ഡിഫറൻ്റ് ആവുമ്പോഴാണ് നമ്മളതിനെ ഡിഫറൻ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അൽഗോരിതം 2 എന്ന് പറയുന്ന ഒരു നെസ്റ്റഡ് ലൂപ്പ് ആണെന്ന് കരുതുക. ഇവിടെ ഇപ്പോൾ സിംഗിൾ ലൂപ്പേ ഉള്ളൂ. ഇതിനകത്ത് നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ സ്വാഭാവികമായും ഔട്ടർ ലൂപ്പ് ഇൻറ്റു ഇന്നർ ലൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ അത് n ടൈംസും ഉള്ളിലുള്ളതും n ടൈംസ് ചെയ്യുകയാണെങ്കിൽ n² വന്നു അവിടെ. അല്ലെങ്കിൽ പുറത്തുള്ളത് n ടൈംസ്, ഉള്ളിലുള്ളത് m ടൈംസ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു m എന്ന് വന്നു. അതൊക്കെ ഈ n-നേക്കാളും വലുതാണ്. n-ഉം m-ഉം ഇൻപുട്ട് വാല്യൂസ് ആകുമ്പോൾ വി വിൽ ഗെറ്റ് എ ഹയർ വാല്യൂ ദർ. അപ്പോൾ ആ കേസിൽ എന്താണ്, രണ്ട് അൽഗോരിതംസും അസിംപ്റ്റോട്ടിക്കലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ സിമിലർ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആവാം, അതല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. അപ്പോൾ നമുക്ക് fn ഈക്വൽ ടു 5n² പ്ലസ് 4n എന്നുള്ളൊരു ഇക്വേഷനായി ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ അസിംപ്റ്റോട്ടിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, n² എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അസിംപ്റ്റോട്ടിക്കലി. കാരണം ബാക്കി 4n അവിടെ പ്രസക്തിയില്ല, ഇവിടെയുള്ള കോൺസ്റ്റൻറ്റ് 5-നും പ്രസക്തിയില്ല. എപ്പോൾ നമ്പർ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ ഭയങ്കര വലിയൊരു ക്വാണ്ടിറ്റി ആവുമ്പോൾ. ഇനി നമ്മൾ കമ്പാരിസന് വേണ്ടി അസിംപ്റ്റോട്ടിക് അനാലിസിസ് മെത്തേഡാണ് ഇത്രയും സമയം പറഞ്ഞത്. കമ്പാരിസൺസിന് വേണ്ടി നമ്മൾ ആ നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നു. അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്നാണ് അതിന് പറയുക. അതിൽപ്പെട്ട ഒരെണ്ണമാണ് ബിഗ് O നൊട്ടേഷൻ. അസിംപ്റ്റോട്ടിക് നൊട്ടേഷനാണ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പം എന്നാണ് ഒരു ഇക്വേഷൻ്റെ ഒരു ഫങ്ഷൻ്റെ ഓർഡർ എങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി എങ്കിൽ നമ്മൾ ടൈം, ടോട്ടൽ ടൈം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിഗ് O ഓഫ്, അങ്ങനെയാണ് വായിക്കുക. ഈ O ക്യാപിറ്റൽ O ഇട്ട് കഴിഞ്ഞാൽ ബിഗ് O ഓഫ് Fn എന്നാണ് വായിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ബിഗ് O നൊട്ടേഷൻ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ഈ ബ്രാക്കറ്റിനകത്ത് വരുന്നത്, ഈ ഓയുടെ കൂടെ ബ്രാക്കറ്റിനകത്ത് വരുന്നത് അത് എന്തായിരിക്കണം, വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. അതൊരിക്കലും ചെറുതാവരുത്, ഈ പുറത്ത് കിടക്കുന്നതിനേക്കാളും ചെറുതാവരുത് ഈ അകത്തുള്ള Fn എന്ന് പറയുന്നത്. അപ്പം അസിംപ്റ്റോട്ടിക്കലി നമുക്ക് എങ്ങനെ എഴുതാം, Tn ലെസ് ദാൻ ഓർ ഈക്വൽ ടു Fn എന്ന് എഴുതാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഓർക്കേണ്ടത് അത്രയേ ഉള്ളൂ. ബിഗ് ഓയുടെ അകത്ത് ആ ഫംഗ്ഷൻ്റെ അകത്ത് എന്തെഴുതുന്നോ ആ ഫംഗ്ഷനായിരിക്കണം വലുത്. വലുതെന്ന് മാത്രം വേണമെങ്കിൽ ഈക്വൽ ആവാം, ഒരിക്കലും ചെറുതാവരുത്. രണ്ട് ഫംഗ്ഷൻ എടുക്കുന്നു. T(n) എന്നൊക്കെ പകരം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് Fn-ഉം Gn-ഉം ആണ്. അപ്പോൾ Fn n² പ്ലസ് 2n പ്ലസ് 8 എന്താണ് ഇതിൻ്റെ ഓർഡർ? ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എന്താണ്, എന്തെടുത്താൽ മതി, ഡിഗ്രി എടുത്താൽ മതി. ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ n² ആണ് അല്ലേ, n² ആണ്. അപ്പോൾ ഇതിൻ്റെ Fn-ൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആയിട്ട് വരും. ഇനി Gn-ൻ്റെ ഓർഡർ എന്താണ്, അത് n² പ്ലസ് 3 എന്ന് പറഞ്ഞാൽ അവിടെയും എന്താണ്, n² തന്നെയാണ് അവിടുത്തെ ഓർഡർ. അപ്പോൾ രണ്ടിൻ്റെയും ഓർഡർ എന്ന് പറയുന്നത് n² ആയി. അപ്പോൾ അസിംപ്റ്റോട്ടിക്കലി ഇത് രണ്ടും ഈക്വൽ ആണ്. എന്നാൽ മാത്തമാറ്റിക്കലി എടുത്തു കഴിഞ്ഞാലോ, നമ്മളിപ്പോൾ n-നൊക്കെ എന്തെങ്കിലും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ Fn ആണ് ഏതിനേക്കാൾ വലുത്, Gn-നേക്കാൾ വലുത്. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പിന്നീട് വരുന്നുണ്ട്. താഴെ വരുന്ന പോർഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ആ രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോർ സം വാല്യൂസ് ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ, കാരണം ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് സെയിം ആണ്.
മാത്തമാറ്റിക്കലി നമ്മൾ ഏതെങ്കിലും എന്നിന് വാല്യൂ അസൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു ഫംഗ്ഷൻ മറ്റേതിനേക്കാളും സെയിം ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തായാലും അത് വേറൊരു വാല്യൂ തരും. അപ്പോൾ ഇത് ഈക്വൽ ആയത് കാരണം നമുക്ക് ഈ രണ്ട് രീതിയിലും എഴുതാം. കാരണം ഇവിടുത്തെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ചെറുതാവരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, അസിംപ്റ്റോട്ടിക്കലി ചെറുതാവരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ എഫ് എൻ ഈക്വൽ ടു ഓർഡർ ഓഫ് ജി എൻ എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം എന്താ, ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ n², ഇതിൻ്റെ ഡിഗ്രിയും n² ആണ്, ഓർഡർ n² ആണ്. ഡിഗ്രി 2, അതുകൊണ്ട് ഓർഡർ n². അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഫ് എൻ ഈക്വൽ ടു ബിഗ് ഓഫ് ജി എൻ എന്ന് എഴുതാം. നേരെ തിരിച്ചു എഴുതാം, ജി എൻ ഈക്വൽ ടു ഓർഡർ ഓഫ് എഫ് എൻ എന്ന് എഴുതിയാലും തെറ്റില്ല. കാരണം എന്താണ്, അപ്പോഴും ഈ അകത്ത് കിടക്കുന്നതിൻ്റെ ഓർഡർ ഒരിക്കലും ഇതിനേക്കാളും ചെറുതാവുന്നില്ല. ഈക്വൽ ആണല്ലോ രണ്ടും, അപ്പോൾ ചെറുതാവുന്നില്ല. അപ്പോൾ ഈ രണ്ട് രീതിയിലും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിളൂടെ നോക്കാം. n³ + 8n² + 40 n⁻⁴ + 3. ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇതിപ്പോൾ അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ആണ്, ഇത് അസിംപ്റ്റോട്ടിക്കലി ഡിഫറൻ്റ് ആണ്. കാരണം ഇതിൻ്റെ ഡിഗ്രി 4ഉം ഇതിൻ്റെ ഡിഗ്രി 3ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n⁻⁴ഉം ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n³ ആണ് അല്ലേ. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏതാണ് വലുതെന്ന് പറഞ്ഞു, ജി എൻ ആണ് വലുത്. അപ്പോൾ ജി എൻ നമുക്ക് അകത്ത് ഇട്ടുകൊണ്ട് എഴുതാം, ബിഗ് ഓഫ് ജി എൻ എന്ന് എഴുതാം. എഫ് എൻ ഈക്വൽ ടു, നേരെ തിരിച്ചെഴുതാൻ സാധ്യമല്ല, കാരണം എഫ് എൻ എന്താണ് ഇതിനേക്കാളും ചെറുതായത് കാരണം നമുക്കിത് തിരിച്ച് എഴുതാൻ സാധിക്കില്ല. ഇവിടെ അത് സാധിക്കുമായിരുന്നു, കാരണം രണ്ടും ഈക്വൽ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈക്വൽ വരാം, അതല്ലെങ്കിൽ ഡിഫറൻ്റ് ആവാം. ഈക്വാലിറ്റിയും ഡിഫറൻസും പറയുന്നത് അസിംപ്റ്റോട്ടിക് നേച്ചർ വെച്ചാണ്. നമ്മൾ വലിയ വാല്യൂ എടുക്കുമ്പോൾ ബാക്കി മുഴുവൻ കട്ട് ഓഫ് ചെയ്ത് പോകുന്നു. അപ്പോൾ അപ്രോക്സിമേഷനെ ബേസ് ചെയ്താണ് ഈക്വാലൻസിയും അതുപോലെ ഡിഫറൻസും പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ. log n + n, ഇവിടെ log n + 3, ഇവിടെ വാല്യൂ ഏറ്റവും ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഈ n ആണ്. അപ്പോൾ അവിടെ എഫ് എൻ ആണ് വലുത്, ജി എൻ ചെറുതാണ്. ഇത് അസിംപ്റ്റോട്ടിക്കലി സിമിലർ അല്ല. സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാൻ പറ്റൂ. സിമിലർ അല്ലെങ്കിൽ ഏതാണോ വലുത് അത് വേണം ബ്രാക്കറ്റിനകത്ത് പോകാൻ, ഓർഡർ ഓഫ് എന്നുള്ളതിൻ്റെ കൂടെ അകത്ത് പോകാൻ. ഇതെടുക്കുകയാണെങ്കിൽ 2n ഇവിടെ വരുന്നുണ്ട്, n⁻⁴ വരുന്നുണ്ട്. ഈ കേസിലും ഇതാണ് വലുത്, n⁻⁴ ആണ് വലുത്. അപ്പോൾ ഇവിടെയും എന്തല്ല, അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ അല്ല. സാധാരണ നമ്മളിത് ഗ്രാഫിക്കൽ അനാലിസിസ് ആയിട്ടാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഒക്കെ ഉപയോഗിക്കാറ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടാണ് ഇതിനെയൊക്കെ അനലൈസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഒരു ഗ്രാഫിക്കൽ ഡെഫിനിഷനും ഉണ്ടാവാം. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പിന്നീട് പറയാമെന്ന് പറഞ്ഞല്ലോ, ഫോർ സം വാല്യൂസ് ഓഫ് n, അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ എഫ് എൻ എന്നുള്ളത് 2n² എന്ന് നമുക്ക് കിട്ടിയെന്ന് കരുതുക. ജി എൻ എന്നുള്ളത് 4n എന്ന് കിട്ടിയെന്ന് കരുതുക. നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ രണ്ട് വാല്യൂസ് കിട്ടുന്നു. ഇനി എന്നിന് നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്യുന്നു. എന്തായി, n ഒന്നാവുമ്പോൾ ഇതാണ് വാല്യൂ 2, 2 × 1² എന്ന് പറയുമ്പോൾ 2, ഇവിടെ 4 × 1 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ ആ കേസിൽ ജി എൻ ആണ് വലുത്. 2ഉം 4ഉം എടുക്കുമ്പോൾ ജി എൻ ആണ് എഫ് എന്നിനേക്കാൾ വലുത്. n 2 ആവുമ്പോൾ എന്തായി, 2ഉം 8 ആയി. അപ്പോൾ രണ്ടും ഈക്വലായി. ഇനി അതിനുശേഷം നമ്മൾ എന്നിന് ഏത് വാല്യൂ കൊടുത്താലും എന്താ സംഭവിക്കുക, എഫ് എൻ വലുതായിട്ട് വരും. അപ്പോൾ തുടക്കത്തിൽ ജി എൻ ആയിരുന്നു വലുത്, പിന്നീട് വാല്യൂസ് വന്ന് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന വാല്യൂസിൽ മുഴുവൻ എഫ് എൻ ആണ് വലുത്. അപ്പോൾ നമ്മൾ ഇക്വേഷനായി ഇങ്ങനെ എഴുതും, എഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി എൻ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പോൾ. കൺഫ്യൂഷൻ ഒന്നുമില്ല, വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ നമുക്ക് ഇതാണ് വലുതെന്ന് തോന്നുമെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ എന്തായി വരാം,
രണ്ടാമതുള്ള ഫംഗ്ഷനേക്കാളും വലുതായി വരാം. വേറൊരെണ്ണം fn ഈക്വൽ ടു n, gn ഈക്വൽ ടു n+5. മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ എപ്പോഴും n+5 ആണ് fnനേക്കാളും വലുതാവുക. കാരണം ഇതിൻ്റെ കൂടെ എന്ത് കൂട്ടുന്നുണ്ട്, ഒരു 5 എന്നുള്ള വാല്യൂ കൂട്ടിപ്പോകുന്നുണ്ട്. എന്നിന് ഏത് വാല്യൂ കൊടുത്താലും gn ആണ് വലുതായി പോവുക, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്താൽ ആ ഡിഫറൻസ് അറിയണമെങ്കിൽ എപ്പോഴെങ്കിലും വെച്ച് ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരണം, എങ്കിലേ നമുക്ക് വ്യത്യാസം അറിയുള്ളൂ. ഇതാണെങ്കിൽ എപ്പോഴും ഈ ഒരു വാല്യൂ എന്താണ്, മുകളിൽ കിടക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റന്റ് കണ്ടെത്താം. എന്തിനു വേണ്ടി? സ്മോളർ ഫംഗ്ഷനെ വലുതാക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സ്മോളർ ഫംഗ്ഷനെ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും വലുതാവണം. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് കണ്ടെത്തി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ ഫാഷനിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഈ fnനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, gn അതുപോലെ നിർത്തുന്നു n+5. അപ്പോൾ fn എന്തായി മാറി? n-ന് പകരം 2n ആയി മാറി. അപ്പോൾ 2 ഇൻറ്റു fn ചെയ്തു എന്നർത്ഥം. എന്തിനു വേണ്ടി? gn-നേക്കാളും ഈ fn-നെ വലുതാക്കാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ n-ന് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് fn-ഉം gn ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഒരു 5 എന്നുള്ള n-ന്റെ വാല്യൂ 5 എന്ന് എത്തുന്നത് വരെ gn ആയിരിക്കും ഗ്രേറ്റർ. അതിനുശേഷം എന്തായി? ഇത് ഈക്വലായി വന്നു. പിന്നെയുള്ള വാല്യൂസ് മുഴുവൻ ശേഷിക്കുന്ന എല്ലാ n-ന്റെ വാല്യൂസിനും fn വലുതായി വരും. അങ്ങനെ വലുതായി വന്നാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ഇക്വേഷൻ അവിടെ ജനറേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഇതിനകത്താണെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോർ ഓൾ n എന്നേ ഇവിടെ പറയാൻ പറ്റും. gn ഈസ് ഗ്രേറ്റർ ദാൻ fn ഫോർ ഓൾ n എന്നേ പറയാൻ പറ്റും. നേരെ മറിച്ച് ഇതുപോലെ ഒരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു കോൺസ്റ്റന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഗ്രാഫ് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് പുതിയൊരു ഡെഫിനിഷൻ വന്നു. gn ഈക്വൽ ടു ഓർഡർ ഓഫ് fn ഇഫ് ദെയർ എക്സിസ്റ്റ് ഒരു കോൺസ്റ്റന്റ് c ഗ്രേറ്റർ ദാൻ 0 ആൻഡ് n നോട്ട് സച്ച് ദാറ്റ് gn ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c ഓഫ് fn. ഇത് നമുക്ക് നേരെ തിരിച്ചു എഴുതാം, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആക്കിയിട്ട്. whenever n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n നോട്ട്. ഈ ഇക്വേഷൻ ഇവിടെ പറയുകയാണെങ്കിൽ c എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. കാരണം c വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. c ഇൻറ്റു fn ഇവിടെ കണ്ടില്ലേ, 2 ഇൻറ്റു fn ആണ് ഇവിടെ ചെയ്തത്. n നോട്ട് എപ്പോഴാണ് നേരെ തിരിയുന്നത്? gn ചെറുതും fn അതിനെ ഓവർടേക്ക് ഇത് വലുതും ആവുന്നത് എപ്പോഴാണ്? n-ന്റെ വാല്യൂ 5 ആകുമ്പോൾ. അപ്പോൾ n നോട്ട് എന്നുള്ളത് എന്തായി മാറണം? 5 ആയി മാറണം. അപ്പം അത്തരത്തിൽ ഒരു കോൺസ്റ്റന്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്മോളറായി നിൽക്കുന്ന ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കി എടുക്കാം. അതെപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അസിംപ്റ്റോട്ടിക്കലി ഈക്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ആവുമ്പോഴേ ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത ഡിഫറെൻറ്റ് ഫങ്ഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കോൺസ്റ്റന്റ് നമുക്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വാല്യൂ ഒരു ഫംഗ്ഷനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു കോൺസ്റ്റന്റിനെ കണ്ടെത്താൻ സാധിക്കില്ല. എപ്പോഴാണോ 2 ഫങ്ഷൻസ് അസിംപ്റ്റോട്ടിക്കലി ഈക്വലായി വരുന്നത്, അതായത് അതിൻ്റെ ഡിഗ്രികൾ സെയിം ആയി വരുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ചെറുതിനെ, മാത്തമാറ്റിക്കലി ചെറുതായി നിൽക്കുന്ന ഒരു ഫംഗ്ഷനെ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എന്തായി മാറും? ഈ ഫംഗ്ഷൻ വലുതാക്കി കൊണ്ടുവരാം. ഇത് നിങ്ങൾക്കുള്ളൊരു ഹോംവർക്കാണ്. ഒരു ചെറിയൊരു സെഗ്മെന്റ് തന്നു. ഈ സെഗ്മെന്റിന്റെ ഓർഡർ എന്താണെന്ന് കണ്ടെത്തണം. വെറുതെ ഓർഡർ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഇതിലുള്ള
സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ആദ്യം സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പും എത്ര തവണ ചെയ്യുന്നു കൗണ്ട് അവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം T1 T2 എന്നുള്ള രീതിയിലൊക്കെ ഈ സ്റ്റെപ്പ് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അത് മാറുന്നതിനനുസരിച്ച് ഓരോ ടൈം യൂണിറ്റ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കേസ് എടുത്തുകൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താണോ ഓർഡർ ഹയസ്റ്റ് ഓർഡർ എന്താണോ വരുന്നത് അതനുസരിച്ച് ഓർഡർ ഓഫ് ബ്രാക്കറ്റിനകത്ത് ഹയസ്റ്റ് ഓർഡർ എഴുതുക. ആ രീതിയിൽ ഈ സെഗ്മെൻറ്റിനെ മാറ്റിയെടുക്കുക. സംശയമൊന്നും ഇല്ലയെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് കരുതുന്നു. ബിഗ് O നൊട്ടേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ.